കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പുതിയ വിതരണ അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ക്ഷേമനിധി പെൻഷനുകൾ, കെട്ടിട നിർമ്മാണ മേഖലയിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, കേന്ദ്ര സഹായ വിതരണം എന്നിവയുടെ അടുത്ത ഘട്ട വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ മെയ് മാസ വിതരണ അറിയിപ്പുകൾ ഉൾപ്പെടെയുള്ള ഇപ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ, കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള NSZP വിഭാഗത്തിൽപ്പെടുന്ന പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ ആനുകൂല്യം കൂടിയാണ് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. അക്കൗണ്ടുകളിലേക്ക് തന്നെ തുക എത്തിച്ചേരും. കൈകാര്യ തുക സ്വീകരിക്കുന്ന 80% വരുന്ന ആളുകൾക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ തുക ഒരുമിച്ച് തന്നെ കൈകളിലേക്കും എത്തിച്ചേർന്നു കഴിഞ്ഞു. ശേഷിക്കുന്ന ആളുകൾക്കുള്ള വിതരണം ഇന്നു മുതൽ സജീവമാകും. സോഫ്റ്റ്വെയർ തകരാറ് മൂലം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും 2000 രൂപ വീതം മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. 7 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഏപ്രിൽ മാസത്തെ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമായി. 2000 രൂപ വീതം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് അടുത്ത ഗഡുവായി 2000 രൂപയുടെ വിതരണം കൂടിയാണ് സംസ്ഥാനത്തെ ആരംഭിക്കുന്നത്. 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളിൽ 3 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസം മുതൽ പെൻഷനുകൾ തടയപ്പെട്ടേക്കുമെന്ന പുതിയ അറിയിപ്പും എത്തിയിരിക്കുന്നു. 2026 മെയ് മാസം മുതൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കാൻ നിലവിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 3000 രൂപ വീതം എത്തിച്ചേരും. എന്നാൽ ജൂൺ മാസം മുതൽ 3 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരുന്നില്ല എന്നും നിലവിലെ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ മെയ് മാസം വരെ പെൻഷൻ തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും. എന്നാൽ ജൂൺ മാസം മുതലാണ് ഏറ്റവും പുതിയ മാറ്റങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ കൈകളിൽ സ്വീകരിക്കുന്നവരും അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ഈ അറിയിപ്പുകൾ പ്രധാനമായി ശ്രദ്ധിക്കുക. പെൻഷൻ ID, ആധാർ എന്നിവ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിച്ച് തന്നെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ തിരുത്തലുകൾ കൃത്യമായി തന്നെ ഉടൻ നടത്തേണ്ടതാണ്. എന്നാൽ 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഈ അറിയിപ്പ് ബാധകമല്ല. അവർക്ക് സർക്കാർ നൽകുന്ന 2000 രൂപ വീതമുള്ള ധനസഹായം മുടങ്ങാതെ തന്നെ എത്തിച്ചേരും. എന്നാൽ പുതുതായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പുതിയതായി പെൻഷൻ പാസ്സായി കിട്ടിയ ഗുണഭോക്താക്കൾക്കും പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കും. 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിവിധ പഞ്ചായത്തുകൾ വാർഡ് മെമ്പർമാർ മുൻകൈയെടുത്ത് അതോടൊപ്പം തന്നെ കൗൺസിലർമാർ മുൻകൈയെടുത്ത് പ്രത്യേക പെൻഷൻ ക്യാമ്പയിനുകൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ്.